നിങ്ങൾ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, അമ്പലം കള്ളന്മാരാണ് എന്ന് ബോധ്യപ്പെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുമ്പോൾ നിങ്ങൾ ഈ പാനം തേൽ ഒഴുകും, 1000 പ്രഖ്യാപിക്കും. ഇവിടെ പറഞ്ഞതുപോലെ ആശാ വർക്കർമാർ 108 ദിവസം സമരം നടത്തിയത് എത്ര ക്രൂരമായി അവരെ നേരിട്ടത്. ഒരു തവണ ചക്ക വീണ് മൊയൽ ചത്തു എന്നത് കരുതി ഇനി പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകും, ഈ വാഗ്ദാനം കൊടുത്താകുമെന്ന് വിശ്വസിക്കുന്നവരാണ് CPM എങ്കിൽ മണ്ടന്മാരുടെ സ്വർഗത്തിലാണ്. കേരളത്തിന് ബുദ്ധിശക്തിയുണ്ട്, ജനതയ്ക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഈ ഗിമ്മിക്ക് കാണിച്ചാലും കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കുന്ന നന്നായിരിക്കും. ശ്രീ റിജിൽ മാക്കുറ്റി, ഈ തരത്തിൽ തേനും പാലും ഒഴുകുകയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആലങ്കാരികമായോ അതിശയോക്തിപരമായോ പറയാം. അതല്ലാതെ ആളുകളെ ഹാപ്പിയാക്കുന്ന വിധത്തിൽ ഇവിടെ കാര്യങ്ങൾ ഓക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ പണമുണ്ട് എന്ന് സർക്കാർ പറഞ്ഞാൽ അതിനുള്ള മറുപടി? ശ്രീ അഭിലാഷേ, ഇപ്പൊ താങ്കൾ തന്നെ ഇവിടെ സൂചിപ്പിച്ചു. ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ നവംബറിൽ കൊടുക്കും, ജനുവരിയിൽ കൊടുക്കും, പിന്നെ ഫെബ്രുവരിയിൽ കൊടുക്കും, മാർച്ചിൽ കൊടുക്കും, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൊടുക്കും എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഇവരുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുണ്ടായ പ്രഖ്യാപനമാണെന്ന് കേൾക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇവരിപ്പോൾ തേനും പാലും ഒഴുക്കുമെങ്കിൽ ഇവർ ആരോഗ്യരംഗത്തെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്നത് കേട്ടു. ഈ കേരളത്തിലെ ആരോഗ്യരംഗത്തിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജിനകത്തുനിന്ന് വാർത്തകൾ പുറത്തു വന്നത് ആരാണ്? ഇടതുപക്ഷത്തിന്റെ ഡോക്ടറല്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അദ്ദേഹം അവിടെ പിന്നെ സർജറിക്ക് വന്ന ആളുകൾക്ക് അതിൻ്റെ എക്യുപ്മെന്റ്സ് വാങ്ങാൻ പണമില്ലാതെ കൂട്ടിരിപ്പുകാരോട് പിരിവെടുത്തിട്ടാണ് ഇവിടെ സർജറി നടത്തുന്നത് എന്ന് ഈ കേരളത്തോട് പറഞ്ഞത് ഈ കേരളത്തിലാണ്, നമ്പർ 1 കേരളത്തിലാണ്. ആ കേരളത്തിലെ ആരോഗ്യ രംഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കുമ്പോൾ മെഡിക്കൽ കോർപ്പറേഷൻ ഉൾപ്പെടെ എത്ര കോടിക്കണക്കിന് രൂപയാണ് ഇവർ പണം കൊടുക്കേണ്ടതായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചുള്ള കണക്ക് നമ്മുടെ മുമ്പിൽ. ഞാൻ ആരോഗ്യം മാത്രം വന്നത്. പിന്നെ ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ 5 തവണയാണ് കേരളത്തിൽ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചത്, 3 തവണയാണ് നിങ്ങൾ വെള്ളക്കരം കൂട്ടിയത്, വീടുകളുടെ പെർമിറ്റ് ചാർജ് ഇപ്പം എത്രയാണ്, ഇന്ധന നികുതി നിങ്ങൾ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ 2 രൂപ സെസ് ഏർപ്പെടുത്തിയത്, എന്നിട്ട് കുടിശ്ശിക എത്രയാ? ആ പെൻഷൻ ഈ പെട്രോളിനും ഡീസലിനും അധിക സെസ് ഏർപ്പെടുത്തി ഇവിടെ കേരളത്തിനകത്ത് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെ കോടിക്കണക്കിന് കോടാനുകോടി രൂപയുടെ കുടിശ്ശിക എങ്ങനെ വന്നു? ആ പണം എവിടെയാണ് കൊണ്ട് നിങ്ങൾ ചെലവഴിച്ചത്? എന്നിട്ട് നിങ്ങൾ അതോടൊപ്പം തന്നെ പിന്നെ OP ടിക്കറ്റ് കൂട്ടി, മദ്യത്തിന്റെയും ലോട്ടറിയുടെയും ഇത് കൂട്ടി, ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹന പെർമിറ്റ് കൂടി. അങ്ങനെ നിങ്ങൾ കൂട്ടാതെ ഒരു സാധനം ഇവിടെയില്ല. ഇവിടെ വില കൂടാത്ത ഒറ്റ സാധനമുള്ളത് പിണറായി വിജയന്റെ വില മാത്രം കൂടാതെ ബാക്കി എല്ലാത്തിന്റെയും വില നിങ്ങൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ പറയുന്നത് പാലും തേനും ഒഴുക്കാൻ പോകുന്നു. പിന്നെ പറയുന്നു നിങ്ങൾ RSSനെതിരായിട്ടുള്ള പോരാട്ടം. അത് പണ്ട് ശ്രീനിവാസൻ പറഞ്ഞത് പോളണ്ടിനെ കുറിച്ച് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇനി CPM കാരൻ RSSന്റെ എതിരെ പറയാൻ പാടില്ല. കാരണം നിങ്ങൾ RSSന്റെ ഏജന്റാണ്. ആ RSSന്റെ ഏജന്റാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത്. ഈ PM ശ്രീ പദ്ധതി ഇപ്പോൾ CPIയുടെ ഉഗ്രശാസനം കൊണ്ടും അവർ രാജിവെച്ച് പോകും എന്നുള്ളത് കൊണ്ടും നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും വലിയ ക്ഷീണം നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ തൽക്കാലം അത് മാറ്റിവെച്ചു എന്ന് പറയുന്നത്. തലയിൽ മുണ്ടിട്ട് പോയി ആരോടും അറിയാതെ ഡൽഹിയിൽ അമിത്ഷയുടെയും നരേന്ദ്രമോദിയുടെ കാല് പിടിച്ച് അവിടെ പോയി PM ശ്രീ പദ്ധതി ഒപ്പിട്ട് വന്ന പിണറായി വിജയൻ അത് നടപ്പാക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി. എന്നിട്ട് നിങ്ങൾ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടായപ്പോഴാണ് നിങ്ങളത് മാറ്റിയത്. അതുകൊണ്ട് നിങ്ങൾ അതുമാത്രമല്ല, ഇവർ RSSനെ പ്രതിരോധിക്കുന്ന കുറെ കാലമായി പറയുന്നത്. ശബരിമലയുടെ ആഗോള അയ്യപ്പ സംഘം നടത്തുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ സമ്മതപത്രം, മംഗളപത്രം വായിച്ച് ഇതാണ് അഭിമാനം എന്ന് പറഞ്ഞ ആളുകൾക്ക് നിങ്ങൾക്ക് എന്ത് RSS വിരുദ്ധതയാണുള്ളത്? അതുമാത്രമാണോ? താങ്കളുടെ DYFI നേതാവല്ലേ കൂത്തുപറമ്പിൽ നിങ്ങൾ 5 ആളുകളെ കൊലപ്പെടുത്തിയെന്ന് പറയുന്ന, വെടിവെച്ച് കൊന്നുവന്നു ഉത്തരവിട്ട രവതാ ചന്ദ്രശേഖരല്ലേ ഇന്ന് DGP? എന്നിങ്ങനെയാണ് അയാൾ വന്നത്. അയാൾക്കെതിരെ കൊലക്കുറ്റത്ത് കേസെടുക്കണമെന്ന് നിങ്ങളുടെ നിയമസഭയിൽ പ്രസംഗിച്ച അന്നത്തെ MLA ആയിരുന്നല്ലോ പിണറായി വിജയൻ. അയാളല്ലേ കേരളത്തിലെ മുഖ്യമന്ത്രി? ആരാ രവതാ ചന്ദ്രശേഖർ? നരേന്ദ്രമോദിയുടെ ചീഫ് സെക്യൂരിറ്റി ഫോഴ്സിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനെ അയാൾ എന്തിനു കൊണ്ടുവന്നു? എന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് പുഷ്പനെ അറിയാമോ ചോദിച്ചാൽ ആരോടാണ്? പുഷ്പന ഉൾപ്പെടെയുള്ള സഖാക്കളെ വഞ്ചിച്ചവരല്ലേ RSSന് വേണ്ടി സ്വന്തം മകളും മകനും കുടുംബത്തിനെയും ജയിലിൽ പോകാതിരിക്കാൻ നരേന്ദ്രമോദിയുടെ പാദസേവ നടത്തുന്ന പിണറായി വിജയൻ ഇപ്പൊ RSS വിരുദ്ധ പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുക. അതുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സർക്കാരാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയത്തിനകത്ത് നിങ്ങൾക്കെതിരായി ഈ നാട്ടിലെ ഭക്തജനങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ കള്ളന്മാരാണ്, കൊള്ളക്കാരാണ്, അമ്പലം കള്ളന്മാരാണ് എന്ന് ബോധ്യപ്പെട്ട അവസ്ഥയിൽ എത്തിയിരിക്കുമ്പോൾ നിങ്ങൾ ഈ പാനം തേൽ ഒഴുകും, 1000 പ്രഖ്യാപിക്കും. ഇവിടെ പറഞ്ഞതുപോലെ ആശാ വർക്കർമാർ 108 ദിവസം സമരം നടത്തിയത് എത്ര ക്രൂരമായി അവരെ നേരിട്ടത്. എന്നിട്ട് ഇപ്പോഴാണ് നിങ്ങൾ അവർക്ക് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ഇത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾ ശ്രീ അഭിലാഷെ കഴിഞ്ഞ ഒരു തവണ ചക്ക വീണ് മൊയൽ ചത്തു എന്നത് കരുതി ഇനി പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാകും, ഈ വാഗ്ദാനം കൊടുത്താകുമെന്ന് വിശ്വസിക്കുന്നവരാണ് CPM എങ്കിൽ മണ്ടന്മാരുടെ സ്വർഗത്തിലാണ്. കേരളത്തിന് ബുദ്ധിശക്തിയുണ്ട്, ജനതയ്ക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ഈ ഗിമ്മിക്ക് കാണിച്ചാലും കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി മനസ്സിലാക്കുന്ന നന്നായിരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഓക്കെ